സർ, GDP റേറ്റിംഗിൽ 4-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ നിലവിൽ 6-ാം സ്ഥാനത്താണ്. 2 സ്ഥാനങ്ങൾ പിന്നിലേക്കാണ് ഇന്ത്യ പോയിരിക്കുന്നത്. GDP റേറ്റിംഗിൽ എന്തായിരിക്കാം ഇന്ത്യക്ക് സംഭവിച്ചത്? നിലവിൽ ഇത് ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. കാരണം ഇന്ത്യ കുതിക്കുകയാണ്. 500 ബില്യൺ ഒരു എസ്റ്റിമേഷൻ 2030 ആവുമ്പോഴേക്കും പ്രഖ്യാപിച്ച് അതിനുവേണ്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യ US, ചൈന, ജർമ്മനി കഴിഞ്ഞാൽ 4-ാം സ്ഥാനത്ത് GDP നിൽക്കുകയായിരുന്നു. അതാണിപ്പോ പെട്ടെന്ന് ജപ്പാന്റെയും UK-യുടെയും ശേഷം 6-ാമതായി വന്ന് നിൽക്കാൻ ഇന്ത്യ എത്തി. അപ്പോൾ 6-ാം സ്ഥാനത്തേക്ക് പോയി. അപ്പോഴും ഇവിടെ ഒരു കാര്യം നോക്കിയാൽ മനസ്സിലാവും, ഇന്ത്യയുടെ ട്രേഡിംഗ് അത് 7-8%, അതായത് 10% കൂടുകയാണ് ചെയ്തത്. എന്നിട്ടും ഈ 4-ാം സ്ഥാനത്ത് നിന്ന് 6-ാം സ്ഥാനത്തേക്ക് ഇന്ത്യ പോയി. അപ്പൊ അത് എന്തായിരിക്കാം? അതാണ് ഇവിടെയുള്ള ഒരു ചർച്ച. ഈ ട്രേഡിംഗ് കാര്യങ്ങളിൽ ഇന്ത്യ നിലവിലെ ആ എസ്റ്റിമേഷനെ കാട്ടി 7% to 10% കൂടുതൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലുമാണ് 6-ാം സ്ഥാനത്തേക്ക് ഇന്ത്യ പോയി. അപ്പോ അത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ് ചിന്തിക്കാനുള്ള, വളരെ ബുദ്ധിപരമായിട്ട് ഇത് ചിന്തിക്കണം. കാരണം വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇതിന് പ്രധാന കാരണം നമ്മുടെ രൂപയുടെ വാല്യൂ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. സാധാരണ ഈ GDP കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ കറൻസി, ഓരോ രാജ്യങ്ങളിലെയും ലോക്കൽ കറൻസിയിലാണ് ആ ട്രേഡിംഗ് നടന്നിട്ടുണ്ടാവുക. അതിനെ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ GDP കാൽക്കുലേഷൻ നടത്തുന്നത്. അപ്പോ ഇന്ത്യയുടെ രൂപ വളരെയധികം മോശം അവസ്ഥയിലേക്ക് പോയി. അതായത് കഴിഞ്ഞ വർഷത്തിൽ വരെ ഡോളറിന്റെ വാല്യൂ 85 റുപ്പീസ് ആയിരുന്നെങ്കിൽ ഇന്ന് ഇപ്പൊ അത് 93ലേക്ക് പോയി. ആ ഒരു വ്യത്യാസം ആയിരിക്കണം ഈ 4-ാം സ്ഥാനത്ത് നിന്ന് ഇന്ത്യ 6-ാം സ്ഥാനത്തേക്ക് പോയത്. സത്യത്തിൽ ഇന്ത്യ ചെയ്ത ബിസിനസ് 7% മുതൽ 10% കൂടി വന്നിരിക്കുകയാണ്. ഇനിയും അത് കൂട്ടിക്കൊണ്ട് തന്നെ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇന്ത്യക്ക് അത് പിടിച്ചു നിർത്താൻ പറ്റാതിരിക്കാൻ കാരണം ഈ ഇന്ത്യ രൂപയുടെ വില ഇടിവാണ്. കൂടാതെ വേറെ കാരണം കൂടി ഈ 2000 ഇതിനൊരു ബേസ് ഇയർ ഉണ്ട് ഈ GDP കാൽക്കുലേഷന്. ആ ബേസ് ഇയർ ഇതുവരെയും 2011 2012 ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇപ്പൊ എടുത്തു മാറ്റിയിട്ട് 2022-23ലേക്ക് മാറ്റി. അത് വെച്ചിട്ടാണ് ഇപ്പൊ കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പൊ എന്തുണ്ടായി, കുറെ ഓവർ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്താത്ത പലതും ഇതിലേക്ക് ഇപ്പോ ക്ലിയർ ആക്കി വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം കൂടി വന്നപ്പോ അത് ഒരു താൽക്കാലികമാണ് ഈ 4 എന്നുള്ളത് 6 എന്നായത്. പക്ഷെ ഇനി അടുത്ത GDP IMF ഇറക്കുമ്പോ ചിലപ്പോ 4 എന്നുള്ളത് 3-2 ഇന്ത്യ എത്തും. കാരണം ഇന്ത്യ അങ്ങനെ കുതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾ കൊണ്ടും, ബിസിനസ് പരമായിട്ടും ട്രേഡിംഗ് പരമായിട്ടും ഒക്കെ. അപ്പോ ഇതൊരു താൽക്കാലിക പ്രശ്നമാണ്. പിന്നെ ഇതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇന്ത്യ രൂപയുടെ കാൽക്കുലേഷൻ, രൂപയുടെ വിലയിടിവ് തന്നെയാണ്. അല്ലാതെ ഇന്ത്യയുടെ ഇതിന് വേറെ തരത്തിലുള്ള GDP തകർച്ചയും ഉണ്ടായതായിട്ട് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ കാണാൻ സാധിക്കില്ല. കാരണം ലോക രാജ്യങ്ങൾ ഞെട്ടുന്ന സംഭവമാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയ്ക്ക് വരെ ക്രൂഡ് ഓയിൽ സൗദിയിൽ നിന്നോ കൊണ്ടുപോകണമെങ്കിൽ അത് ക്രെഡിറ്റാ. ഇന്ത്യ ഈ LPG-യും ഈ ക്രൂഡ് ഓയിലൊക്കെ റെഡി ക്യാഷ് കൊടുത്തിട്ട് വാങ്ങണത്. അത് ചെറിയ എമൗണ്ട് അല്ല. അപ്പൊ ലോകരാജ്യങ്ങൾ ഞെട്ടുകയാണ്. അപ്പോ ഇന്ത്യ ഒരു തരത്തിലും ഇന്ത്യ താഴേക്ക് വരില്ല, ഇന്ത്യ മുകളിലേക്ക് തന്നെയാണ്. ഇപ്പോഴുള്ള ഈ ഡോളറിന്റെ ആ വ്യത്യാസം, ഇന്ത്യയുടെ രൂപയുടെ ഇവാണ് ഈ GDP-യിൽ നിന്ന് 2 സ്ഥാനത്തേക്ക് പോകുന്നത്. അത് പെട്ടെന്ന് തന്നെ ഇന്ത്യ 4 എന്നുള്ളത് 3-2 എത്തും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. സർ, ഇത്തരത്തിൽ GDP റേറ്റിംഗിൽ 6-ാം സ്ഥാനത്ത് എത്തുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ജയശങ്കർ സാർ തന്നെ സൂചിപ്പിച്ചതുപോലെ വിഷൻ 2030, അതായത് 2030 എന്ന് പറയുന്ന ഒരു വിഷനിലേക്ക് എങ്ങനെയാണ് ഇനി ഇന്ത്യക്ക് എത്താൻ സാധിക്കുക എന്നതാണ്. ഇന്ത്യ, ഞാൻ പറഞ്ഞില്ലേ, GDP-യിൽ ഉണ്ടായ ഈ രൂപയുടെ ഇടിവ് കാരണം സംഭവിച്ചതാണ്. അല്ലാതെ
വിഷൻ പ്രകാരം നമ്മൾ കുതിച്ചുകൊണ്ടേ പോവുകയാണ്. നമ്മുടെ ട്രേഡിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, പ്രൊഡക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ലോകത്തുള്ള ബ്രാൻഡഡ് ഐറ്റംസ് മുഴുവൻ ഇന്ത്യയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു കാരണവശാലും ഇന്ത്യയുടെ വിഷൻ താഴേക്ക് വരില്ല. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം, ഈ രൂപയുടെ വിലയെ പിടിച്ചു നിർത്താൻ ഇനി എന്ത് ചെയ്യണമെന്ന് ഇന്ത്യ അത് ഡോളറിൽ നിന്ന് വേർപെടുത്തി. ഇപ്പൊ ഇറാനുമായിട്ട് നമ്മൾ ഇനി ക്രൂഡ് ഓയിൽ ഇന്ത്യൻ റുപ്പീസ് വാങ്ങണം. ഇനി റഷ്യയുമായിട്ട് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഒക്കെ ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാം കൊണ്ട് അത് ശരിയായി കഴിഞ്ഞാൽ, ഈ ഡോളറിനെ വേർപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ത്യക്ക് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ഇന്ത്യൻ രൂപ വീണ്ടും ശക്തി പ്രാപിക്കും. ആ ശക്തി പ്രാപിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ട്രേഡുകളെല്ലാം വലിച്ച് കുതിച്ചു കയറും. ഇപ്പൊ തന്നെ എന്താണ് നമ്മുടെ ഈ റഫേൽ ഉണ്ടാക്കുന്ന ആ ഒരു ഫാക്ടറി 10,000 കോടിയാണ് സ്പെഷ്യലായി മാറ്റിവെച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി. അപ്പൊ അത്രയും പ്രൊഡക്ഷൻ, അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ ഈ അമേരിക്കയുടെ പോലെ തന്നെ ഒരു വലിയ തോതിൽ യുദ്ധോപകരണങ്ങൾ പുറം രാജ്യങ്ങൾക്ക് കൊടുക്കാനുള്ള തരത്തിലുള്ള പ്രൊഡക്ഷൻ ഇന്ത്യ തുടങ്ങാൻ പോകുകയാണ്. ആൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ത്യ GDP-യിൽ ഒന്നാമത് എത്തുമെന്ന് ലോകരാജ്യങ്ങൾക്കൊക്കെ അറിയാം. പിന്നെ എന്ത് സാധനവും പെട്ടെന്ന് പ്രൊഡക്ഷൻ ചെയ്യാനും ആ പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ചെയ്യാനും ഏറ്റവും നല്ല മാർക്കറ്റ് ഇപ്പൊ ഇന്ത്യയാണ്. അത് കാരണം ലോകരാജ്യത്തുള്ള സകല ബ്രാൻഡ് ഐറ്റങ്ങളും ഇന്ത്യയിലേക്ക് ഫാക്ടറി സ്ഥാപിക്കാനെത്തും. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് അത് കയറ്റി പോയില്ലേ? അപ്പൊ അത് ട്രേഡിംഗ് അല്ലേ? അപ്പോ ഇന്ത്യ ഒന്നാമതായി കുതിക്കും, ഒരു സംശയവും വേണ്ട. യെസ്, എന്തായാലും ഇന്ത്യ ഈ രീതിയിൽ GDP റേറ്റിംഗിൽ 6ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. 4ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. നമ്മൾ പലപ്പോഴും കരുതിയത് ഇന്ത്യ 4ാം സ്ഥാനത്ത് നിന്നും 3ാം സ്ഥാനത്തേക്കും 2ാം സ്ഥാനത്തേക്കും കുതിക്കും എന്നതായിരുന്നു. കാരണം 2013 എന്ന് പറയുന്ന വലിയൊരു വിഷൻ, അതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത്. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയെ GDP റേറ്റിംഗിൽ ഒന്നാമതെത്തിക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസം അദ്ദേഹം ഇന്ത്യയോട് പങ്കുവച്ചിരുന്നു. പക്ഷേ നിലവിൽ 6ാം സ്ഥാനത്തേക്ക് ഇന്ത്യ പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ജപ്പാനും UK-ക്കും ശേഷം 6ാം സ്ഥാനത്താണ് ഇന്ത്യ നിലവിലുള്ളത്. 4ാം സ്ഥാനത്തായിരുന്നു GDP റേറ്റിംഗിൽ ഇന്ത്യ മുൻപുണ്ടായിരുന്നത്. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.